പിന്നെ നമ്മൾ നമ്മൾ ഉത്സവങ്ങളിലും കാര്യങ്ങളൊക്കെ ആനേനെ എഴുന്നള്ളിക്കാറുണ്ടല്ലോ. അതെ, ഇനിയിപ്പോൾ ഉത്സവത്തിന്റെ ഒരു സമയമൊക്കെ തുടങ്ങുകയാണ്. അപ്പൊ എല്ലായിടത്തും പൂരങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആന എഴുന്നള്ളിക്കുക എന്ന് പറഞ്ഞൊരു അതൊരു വലിയൊരു ചടങ്ങ് തന്നെയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഈ പടക്കം വെടിക്കെട്ടൊന്നും നടത്തരുത്, നിരോധിക്കണം എന്നുള്ളൊരു കുറച്ച് പരിധിക്കുള്ളിലേ നടത്താവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ആന എഴുന്നള്ളിപ്പിൽ ഇളവില്ലെന്ന് ഹൈക്കോടതി. രാജഭരണമല്ല നിയമവാഴ്ചയാണിപ്പോൾ. അതായത് ക്ഷേത്രങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ 2 ആനകൾ തമ്മിൽ കുറഞ്ഞത് 3 മീറ്റർ ദൂരമെങ്കിലും വേണമെന്ന കാര്യത്തിൽ ഇളവ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. അതായത് ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ആനകളെ എഴുന്നള്ളിക്കുമല്ലോ, അപ്പോൾ 2 ആനകൾ തമ്മിൽ കുറഞ്ഞത് 3 മീറ്റർ ദൂരമെങ്കിലും വേണമെന്നാണ് ഹൈക്കോടതി പറയുന്നത്. തൃപ്പൂണിത്തറ ശ്രീപൂർണ ത്രൈശാം ക്ഷേത്രോത്സവത്തിന് 15 ആനകളെ എഴുന്നള്ളിക്കുന്നതിൽ ഇളവ് തേടി ദേവസ്വം നൽകിയ ഉപഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. രാജഭരണകാലം മുതലുള്ളതാണെന്ന വാദവും ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാരും ജസ്റ്റിസ് P ഗോപിനാഥും അടങ്ങിയ ഡിവിഷണൽ ബെഞ്ച് തള്ളുകയും ചെയ്തു. അപ്പോൾ രാജഭരണ കാലം മുതലുള്ള ഒരു ചടങ്ങാണ് ആന എഴുന്നള്ളിക്കുക എന്നുള്ളത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആന എഴുന്നള്ളിക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു സ്പേസ്, ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ആണെങ്കിൽ തന്നെ അത്രത്തോളം സ്ഥലം ഉണ്ടാവണം എന്നുള്ളത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ വലിയൊരു അപകടം ഇനിയും ക്ഷണിച്ചു വരുത്താൻ പറ്റാത്തത് കൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ വരുന്നു. പിന്നെ ഇപ്പോൾ രാജഭരണമല്ലെന്ന് നിയമവാഴ്ചയാണെന്നും കോടതി പറയുകയാണ്. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പണ്ട് രാജാക്കന്മാർ നിലനിന്ന കാലത്ത് അങ്ങനെ പല ആചാരങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പം ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളും പ്രോട്ടോക്കോളും എല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ ഇപ്പോൾ അമ്പലങ്ങളിലാണെങ്കിലും ഉത്സവ എഴുന്നള്ളിപ്പും എല്ലാം നടത്താൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതെ, ദൂരം നിശ്ചയിച്ചത് ഏകപക്ഷീയവും അശാസ്ത്രീയവുമാണെന്നാണ് ഉപഹർജിയിലെ വാദം. ഇക്കാര്യം വെറുതെ പറഞ്ഞാൽ പോരെന്നും ഇത് വ്യക്തമാക്കുന്ന രേഖകൾ വേണമെന്നും നിർദ്ദേശിച്ച ഡിവിഷണൽ ബെഞ്ച് വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കാൻ മാറ്റി. വർഷങ്ങളായി 15 ആനകളുണ്ട് എന്നതും ഇളവിന് പരിഗണിക്കാനാവില്ല. അപ്പോൾ വർഷങ്ങളായിട്ട് ഇവർ 15 ആനകളാണ് ഇതിനകത്തുള്ളത്. അപ്പം അതും ഇതിനകത്ത് അതിന് 3 മീറ്റർ സ്പേസ് കൊടുത്ത് അകലം പാലിച്ച് നിർത്താന്ന് പറയുമ്പോൾ അത്രത്തോളം വലിയൊരു ഗ്രൗണ്ടും അതിന് പറ്റിയ സാഹചര്യങ്ങളായിരിക്കണം എന്നാണ്. രാജഭരണകാലത്ത് ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ എണ്ണം ഇന്നത്തേവരുടെ എണ്ണവും തമ്മിൽ വലിയ അന്തരമുണ്ട്. അത് ശരി, ആ കാലഘട്ടത്തിലുള്ളവരുടെ എണ്ണം ആയിരിക്കണമെന്നില്ല ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്. കാലങ്ങളായി നടക്കുന്നത് എന്തെങ്കിലും നിർത്തേണ്ടേ. കോവിഡ് കാലത്ത് ആനകളുടെ എണ്ണം എങ്ങനെയാണ് കുറച്ചതെന്നും കോടതി ചോദിച്ചു. അപ്പോൾ കോവിഡ് കാലത്ത് നമുക്കറിയാം ഇങ്ങനെ ഉത്സവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് ആനകളുടെ എണ്ണം എങ്ങനെയാണ് കുറച്ചതെന്ന് എന്ന ചോദ്യം കോടതി ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അതെ, അത് മാത്രമല്ല ആനകളെ നമ്മളിങ്ങനെ എഴുന്നള്ളിക്കരുത്, അവരോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് ഇതെന്നാണ് പറയുന്നത്. അവർ കാട്ടിൽ വളരേണ്ടതാണ്, അവർക്ക് അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്, അവരെ ഫ്രീ ആക്കി സ്വതന്ത്രരാക്കി വിടുക എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള എഴുന്നള്ളിപ്പുകൾ അത് അവരെ നമ്മൾ ശിക്ഷിക്കുന്നത് പോലെയാണെന്നാണ്. അതെ, പലപ്പോഴും മനുഷ്യന്റെ സന്തോഷത്തിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ മൃഗങ്ങളുടെ ഇതൊന്നും അവർക്കും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത്രയും ആൾക്കാർ വരുന്നതും അവരെ അവിടെ എഴുന്നള്ളിച്ചൊക്കെ എത്ര മണിക്കൂറുകളാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പം അതൊന്നും മനുഷ്യർ ചിന്തിക്കാറില്ല. അപ്പം എന്താണെങ്കിലും ഇതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക്, അല്ലേ? അതെ അതെ.